ഹലോ, നമ്മൾ ഈ പോകുന്നത് ഇടുക്കി ചെറുതോണിയിലെ അറിയപ്പെടുന്ന സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ഹിൽ വ്യൂ പാർക്ക്. ഇടുക്കിയിൽ വന്നവർക്ക് പലർക്കും അറിയായിരിക്കും ഹിൽ വ്യൂ പാർക്കിൻ്റെ പ്രത്യേകത എന്തെന്ന്. ഈ കാണുന്നതാണ് കൊലുമ്പൻ സമാധി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ ചെറുതോണി ഹിൽ വ്യൂ പാർക്കിലേക്ക് പോകുന്നത്. ശരിക്കും ചെറുതോണി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 5.5 കിലോമീറ്ററേ ഉള്ളൂ ഹിൽ വ്യൂ പാർക്കിലേക്ക്. ഈ കാണുന്നതാണ് നമുക്ക് ചെറുതോണി ഡാമിനകത്ത് ബോട്ടിംഗ് ചെയ്യാനുള്ള ടിക്കറ്റ് കൗണ്ടറാണ്. അവിടെ ഒരാൾക്ക് 150 രൂപയാണ്. വളരെ മനസ്സിന് നല്ല സന്തോഷവും ഇച്ചിരി സമാധാനമൊക്കെ നൽകുന്ന നല്ലൊരു പ്ലേസാണ് ഹിൽ വ്യൂ പാർക്ക്. ശരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും പിള്ളേരും കൂടെ പോകുന്നത് തന്നെ ഇച്ചിരി സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും പലരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഒത്തിരി സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പം പിന്നെ ഈ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് കാണാം കുറച്ച് ചേച്ചിമാർ ചെറിയ ചെറിയ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിള്. അപ്പോൾ അത് മേളിലില്ല, താഴെ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ താഴെ നിന്ന് മേടിച്ചിട്ട് മേളിൽ പോയി കഴിക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ പോയി നമുക്ക് ഹിൽ വ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖം, അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ്. ഞങ്ങൾ ഫ്രീ ആകുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5.5 കിലോമീറ്ററേ ഉള്ളൂ ചെറുതോണി ടൗണിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഫ്രീ ആകുമ്പോൾ അല്ലെങ്കിൽ മോന് സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഹിൽ വ്യൂ പാർക്കാണ്. പൊതുവേ സാറ്റർഡേ സൺഡേ ശനി ഞായറിൽ പൊതുവേ നല്ല തിരക്കാണുള്ളത്. എന്നാലും ഞങ്ങൾ വരും. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ ടിക്കറ്റ് എടുത്ത് മേളിലേക്ക് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട് മേളിലെത്താൻ. പക്ഷേ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ഉള്ള ആ ഒരു ക്ഷീണം അറിയില്ല. കാരണം നല്ല തണുത്ത കാറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ക്ഷീണിക്കുകയില്ല. പിന്നെ ഒരു ചേച്ചി ഒരു കൊച്ചു കട നടത്തുന്നുണ്ട്. നല്ല കടയാണ്. അവിടെ മിച്ചുക്കുട്ടൻ എന്തൊക്കെയോ മേടിക്കാനുള്ള ശ്രമത്തിലാണ്. അവസാനം അവനൊരു ഇട്ടാപ്പൊട്ടി അല്ലെങ്കിൽ ഏറുപടക്കം അങ്ങനെയൊക്കെ പറയും, അത് ഒരെണ്ണം മേടിച്ചിട്ട് അവൻ കൂടെ പോന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ചെറിയൊരു ഇതിനെന്ത് പറയും, കുഞ്ഞിഫേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം ഒത്തിരി വലിയ ചാർജൊന്നുമില്ല. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയേ ഉള്ളൂ. നമ്മൾ സാധാരണക്കാർക്ക് സുഖമായിട്ട് അടയ്ക്കാൻ പറ്റാവുന്ന ചെറിയൊരു ബില്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ടെൻഷനും വേണ്ട. നമുക്ക് ഒത്തിരി പൈസ ചിലവാകുമോ എന്നുള്ള ഒരു പേടിയും വേണ്ട. കുറഞ്ഞ പൈസയിൽ നമുക്ക് നല്ല മനോഹരമായ സ്ഥലം കാണാൻ പറ്റുന്ന തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകളും ഈ ഒരു ചെടിയുടെ മേൽ കണ്ടോ ഒത്തിരി പേരെഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനേ. നമുക്കും വേണമെങ്കിൽ പേരെഴുതി വയ്ക്കാം. ഞാൻ ഒത്തിരി മുൻപ് വന്ന സമയത്തൊക്കെ ഞാനും ചേട്ടൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി സ്റ്റെപ്പൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നിന്ന് വാച്ച് ടവർ കാണാം. വാച്ച് ടവറിൽ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഹിൽ വ്യൂ പാർക്ക്, ഡാം, അതൊക്കെ കാണാം. ശരിക്കും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഈ വീഡിയോയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഹിൽ വ്യൂ പാർക്കിൻ്റെ ഭംഗി കാണാൻ കഴിയില്ല. ഇവിടെ നേരിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ സൗന്ദര്യവും പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥ, ഈ തണുപ്പും ഇടയ്ക്കുള്ള ഈ മഞ്ഞു വീഴ്ചയൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ വന്ന് തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുകയാണ്, ഇടുക്കി വരുന്നവർ ചെറുതോണി ടൗണിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹിൽ വ്യൂ പാർക്കിലേക്ക് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ കാണുന്നതാണ് ആർച്ച് ഡാം. നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. ഈ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് കുറുവൻ കുറത്തിമലയ്ക്ക് ഇടയ്ക്കാണ്. പിന്നെ ഈ ഹിൽ വ്യൂ പാർക്കിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇടുക്കി ആർച്ച് ഡാം ആയാലും ചെറുതോണി ഡാം, ഇടുക്കി ജലാശയം നമുക്ക് ഈ ഒരൊറ്റ ആംഗിൾ നിന്ന് കാണണമെങ്കിൽ അത് ഹിൽ വ്യൂ പാർക്ക് തന്നെ വരണം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് കാണാം വൈശാലി ഗുഹ. നമ്മുടെ പഴയ സിനിമ വൈശാലി എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത് ഈ വൈശാലി ഗുഹയിൽ നിന്നാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിയുടെ ഭംഗി കാണണമെങ്കിൽ നമ്മൾ ഹിൽ വ്യൂ പാർക്കിലേക്ക് തന്നെ വരണം. ഇനി ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും. വീഡിയോ ആയതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു ഭംഗി കാണില്ല. ഞാൻ വീണ്ടും പറയാണ്, ഇതിലൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നടന്നും ഇരുന്നും എന്തെങ്കിലും കഴിച്ചും ഒക്കെ ഇരിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ആ കാണുന്നതാണ് പാർക്ക്. കുട്ടികൾക്കൊക്കെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം. ഇതിലേക്ക് ഞങ്ങൾ ഒത്തിരി നടക്കാറുണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വൈകിട്ടാകുമ്പം
ആ തണുപ്പും തണുത്ത കാറ്റും ഒക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. ആരുടെയോ ബാഗ്. ആകാശ ഊഞ്ഞാല ഞാനിതുവരെ കയറിയിട്ടില്ല, എനിക്ക് പേടിയാണ്. പക്ഷെ ഒത്തിരി പേര് വന്നിട്ട് വലിയൊരു അഡ്വഞ്ചറസ് എന്ന് തന്നെ പറയാം. നാക്കുളുക്കുന്നു. എൻ്റെ ഈ സംസാരത്തിൽ ഞാൻ ഒരുപാട് ഡീസൻ്റാന്ന് തോന്നുന്നു, പക്ഷെ അത്ര ഡീസൻ്റ് ഒന്നല്ല. നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഇച്ചിരി മാന്യത കീപ്പ് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ടാണേ. കണ്ടോ, ശരിക്കും വരച്ച് വെച്ച പോലെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ, നേരിട്ട് കാണുമ്പോൾ തന്നെ, ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ എന്ത് ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്നറിയോ. ആരോ ഇത് നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണും പോലെ വരച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു ആ കുറവൻ കുറത്തി മലയുടെ ആ ഒരു ഡിസൈനിങ്ങും. ഇവിടെയൊക്കെ സൈക്ലിംഗ് ഉണ്ട്. ഇതിനൊക്കെ ഓരോരോ ചാർജാണ്. ധൈര്യമുള്ളവർക്കൊക്കെ കയറാം. ഞങ്ങളിതുവരെ കയറിയിട്ടില്ല. ചേച്ചിയുടെ മോളെയും കൊണ്ട് വന്നപ്പം അവൾക്ക് നല്ല ധൈര്യം ആയതുകൊണ്ട് അവളെയും കൊണ്ട് കയറി. ഇവിടെയൊക്കെ ഓരോ ഇരിപ്പിടങ്ങളുണ്ട്. ഇരിക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇനിയിപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമുക്ക് അയ്യോ അവിടെ നല്ല തിരക്കാണല്ലോ ആ ഒരു ടെൻഷനും വേണ്ട. ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റി. ഇത് പാർക്കാണ് കുട്ടികൾക്കുള്ള. വെച്ചുകിട്ടാൻ കുറച്ച് നേരമൊക്കെ അതിനകത്ത് കളിച്ചു. അവൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഒരുപാട് നേരമൊന്നും അവൻ അതിനകത്ത് സ്പെൻഡ് ചെയ്യില്ല, എന്നാലും അവൻ കളിക്കും. പിന്നെ കൂടെ ഒത്തിരി ഫ്രണ്ട്സ് വേണം. അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഇരുന്ന് കളിച്ചോളൂ. ഇവിടെയൊക്കെ ഓരോ ഗെയിംസ് ഉണ്ട്. മിച്ചു അതിൻ്റെ മുകളിലാണ്, അവന് ഇഷ്ടമാണത്. അവിടെയും ഒരു ഗെയിമാണ്, ഷൂട്ട് ചെയ്യുന്ന, അമ്പ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക എല്ലാം ഉണ്ട്. ടൂറിന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. കണ്ടോ, നല്ല രസം. ഒത്തിരി മീനുണ്ട്. ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ആ കടയിൽ നിന്ന് ചെറിയ ചെറിയ സ്നാക്സൊക്കെ മേടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കും. ഒരുപാട് മീനുകളുണ്ട് അതിനകത്ത്. ഇതിൽ മിനിമം 6 പേർക്കെങ്കിലും കയറാം കേട്ടോ, ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക്. ഇതൊക്കെ അവിടുത്തെ ഓരോരോ റേറ്റുകളാണ്. ഇച്ചിരി സന്ധ്യയാവും തോറും ലൈറ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അധികം ഞങ്ങൾ ഒത്തിരി രാത്രിയായിട്ട്, ഒരുപാട് സമയമില്ല. അവർ 8-ന് മുന്നേ, നമ്മൾ ആളനുസരിച്ചാണ്, 8-ന് മുന്നേ അവർ ക്ലോസ് ചെയ്യും. എന്നാലും അതുവരെ ഞങ്ങൾ അവിടെ ഇരിക്കും. ആ ലൈറ്റിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇരിക്കാൻ നല്ല രസമാണ്.
നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒത്തിരി ലാഗായിട്ട് തോന്നാം, പക്ഷേ ഇത് ഇത്രയും കവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും കാണിക്കണം. കാരണം ഹിൽ വ്യൂവിൽ വരിക എന്നുള്ളത്, ഇടുക്കിയിൽ എത്തിപ്പെടുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക് ആണെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയൊക്കെ കാരണം നമ്മളിവിടെ നിന്നു പോവും. വന്നവരാർക്കും അയ്യോ ക്ലൈമറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും തിരിച്ചു പോയിട്ടില്ല. ഇവിടെ ഒരു കടയുണ്ട്. ഈ കടയിൽ ചേട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ബ്രെഡ് ഓംലെറ്റും ചായയും. നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റും ചൂട് ചായയും ഈ ഒരു കാലാവസ്ഥയ്ക്ക് നല്ല ടേസ്റ്റാണ്. തേനെല്ലിക്കയുണ്ട്, തേനുണ്ട്, നല്ല നാടൻ തേനൊക്കെ ഇടുക്കിയിൽ നമുക്കിവിടെ കിട്ടും കേട്ടോ. ചെറുതോണി ടൗണിലായാലും അതിൻ്റെ കടകളുണ്ട്. ഒത്തിരി റേറ്റൊന്നും ഇല്ല. മിയക്കുട്ടി തൊപ്പിയൊക്കെ എടുത്ത് കളിക്കുകയാണ്. ഈ പുല്ലിനകത്തൊക്കെ ഇരിക്കുക, എന്താ പറയുക, നമുക്കങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സേഫായിട്ട് തന്നെ ഇരിക്കുക. പുല്ലിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഞങ്ങൾ വന്നപ്പോഴേക്കും ആ ചേട്ടൻ അതൊക്കെ ക്ലോസ് ചെയ്തു. ഞങ്ങൾ ഇത്തിരി ലേറ്റായി പോയി എത്തിയപ്പോൾ. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇരിക്കാൻ പറ്റിയത്. നമ്മുടെ ചോയ്സാണ് നമ്മൾ എവിടെ ഇരിക്കണം എന്നുള്ളത്. എവിടെ ഇരുന്നാലും നമുക്ക് നല്ല രസമാണ് ഇരിക്കാൻ. ഒത്തിരി ഫിഷ്, ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അതിനകത്ത്. പക്ഷെ അതിനകത്തുനിന്ന് നമുക്ക് മീനെ പിടിക്കാനൊന്നും പറ്റില്ല. ഇതാണ് നമ്മൾ വെള്ളത്തിലൂടെ പോകുന്ന ബോട്ട്. അങ്ങനെ തന്നെയല്ലേ, കുട്ടവഞ്ചി. അതെ, സത്യം, കുട്ടവഞ്ചി എന്നാണ് കേട്ടോ അതിന് പറയുക. 6 പേർക്ക് അതിനകത്തിരിക്കാം. സേഫാണ്. ഒരു പേടിയും കൂടാണ്ട് തന്നെ നമുക്ക് കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാം. വീഡിയോയിലൊന്നും ഇതിൻ്റെ ഭംഗി കാണുന്നില്ല കേട്ടോ, ഞാൻ വീണ്ടും പറയാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി ഒരിക്കലും നമുക്ക് വീഡിയോയിൽ കിട്ടില്ല. കാറ്റ് കണ്ടോ, നല്ല കാറ്റാണേ. ഞാനത് ശരിക്കും എടുത്തത് ഈ കാറ്റിൻ്റെ ഭംഗി കാണാൻ, കാറ്റിൻ്റെ എത്രത്തോളം കാറ്റ് എത്ര വേഗതയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ പിടിച്ചത്. ഇവിടെയൊക്കെ ഓരോ പാർക്ക് ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള. മിച്ചൂസ് എന്തോ കൊണ്ടുവരുവാണ്. ഇച്ചിരി സന്ധ്യയായി തുടങ്ങിയപ്പം ലൈറ്റ് ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വഴിയിലൂടെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇറങ്ങാം, പക്ഷേ ഇപ്പോൾ സേഫ് അല്ലാത്തതുകൊണ്ട് അവരവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ അതിനകത്ത് ഇറങ്ങുമ്പോഴേ പേടിയല്ലേ. അത്യാവശ്യം താഴ്ചയൊക്കെ ഉള്ള കുളം തന്നെയാണ് അതിന് പറയാം. ഇവിടെയൊക്കെ ഉണ്ട് ഊഞ്ഞാൽ.
ഞാൻ ആടിയിട്ടില്ല. നിങ്ങളെ അങ്ങനെ ഇതാണ് നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റും ചായയും. ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ കാലാവസ്ഥയ്ക്ക് കഴിക്കാൻ പറ്റിയ നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റ്. അങ്ങനെ സന്ധ്യാസമയമൊക്കെ ആയി, ലൈറ്റൊക്കെ ഓൺ ചെയ്യാൻ തുടങ്ങി. മിച്ചൂസിന് ഞാൻ വാരി കൊടുക്കുകയാണ്. പൊതുവേ മിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം കളിയാണ്. കാരണം അവന് പൊതുവേ ബോറടിക്കുന്ന കുട്ടിയാണ്. എപ്പോഴും ബോറടിക്കുക എന്ന് പറയും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ബോറടിക്കുക എന്നുള്ളൊരു വാക്ക് അവൻ പറയാറില്ല. രണ്ടുപേരും അതെ, മോളൂസാണെങ്കിലും അവർ രണ്ടുപേരും നല്ല എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ ഏകദേശം ഞങ്ങൾ പോവാറായി. കാരണം മോളൂസിന് ഇതാ ചെറിയ ഉറക്കമൊക്കെ വന്നു തുടങ്ങി. സമയം ഇനിയും സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ ഇവിടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു സമയമാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ളത്. എല്ലായിടത്തും ലൈറ്റൊക്കെ ഓൺ ചെയ്തു. ഞങ്ങൾ ഇനിയും ഇരിക്കുമായിരുന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇനി പിന്നെ കരച്ചിലാവും. ആർച്ച് ഡാമിലൊക്കെ ലൈറ്റ് ഓൺ ചെയ്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റാ.